കുറ്റിപ്പുറത്തെ ചോറും മീനും ഹോട്ടലും അതുപോലെ അടൂരിലെ അമ്മച്ചിയുടെ പഴങ്കഞ്ഞിക്കടയും ഈ രണ്ട് വിഷയമാണ് ഇപ്പം മെയിനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറ്റിപ്പുറത്തെ ചോറും മീനും ഹോട്ടലിലെ വിഷയത്തിലേക്ക് വരാം. അതിനുശേഷം അമ്മച്ചിയുടെ പഴങ്കഞ്ഞിക്കട, അടൂരിലെ അമ്മച്ചിയുടെ പഴങ്കഞ്ഞിക്കട. അപ്പം അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ്, വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാം. ഈ ഗ്യാസിൻ്റെയും വിലക്കയറ്റത്തിൻ്റെയും പേരിൽ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഹോട്ടലുകാർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കയ്യിൽ നിന്ന് ജനങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക എന്നുള്ളത് അതേ രീതിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഓരോ വിഭവങ്ങൾക്കും മാരകമായിട്ടുള്ള കൊള്ള ലാഭം എടുക്കുന്നുണ്ട്. ഈ വിലക്കയറ്റത്തിൻ്റെ പേരും പറഞ്ഞ് ഇപ്പോഴും എത്ര വിലകയറ്റം താഴോട്ട് പോയാൽ പോലും ഇവന്മാരൊന്നും വിലയും കുറയ്ക്കത്തില്ല. അങ്ങനെ പലയിടത്തും നടക്കുന്നുണ്ട്. എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഈ ചോറും മീനും ഹോട്ടലിൽ നടന്നിട്ടുള്ള വിഷയം ഇതുപോലൊരു വിലക്കയറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. 200 രൂപയുടെ മീൻ 300 രൂപയ്ക്ക് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 300 രൂപ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വിഷയം ഉണ്ടാകുന്നതിൻ്റെ വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്, CCTV. ആ CCTV ഞാനിവിടെ വെച്ച് തരാം. നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ടൊന്ന് പറയണം ഇതിനെ പറ്റിയിട്ട്. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തൊന്ന് വെക്കണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ മാത്രമേ ഇതുപോലുള്ള വിഷയങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ഇവിടെ ചോറും മീനും ഹോട്ടലിലെ ഈ വിഷയം CCTV കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ രണ്ട് കൂട്ടരുടെയിലും തെറ്റുണ്ട്. കഴിക്കാൻ വന്ന പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളുടെ കയ്യിലും തെറ്റുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ഹോട്ടൽ ജീവനക്കാരുടെ കയ്യിലും തെറ്റുണ്ട്. ഇനി കസ്റ്റമർ എത്ര വന്ന് ചീത്ത വിളിച്ചാൽ പോലും അത് ക്ഷമയോടുകൂടി കേട്ടിരിക്കുക എന്നുള്ളതാണ് ഒരു സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫിൻ്റെ മെയിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. അതങ്ങനാണ്. എന്നാൽ ബിസിനസ് മുമ്പോട്ട് പോകണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ. മുതലാളിമാരെന്തായാലും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഭക്ഷണത്തിൻ്റെ വിലയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിനെ പറ്റിയിട്ടോ എന്തെങ്കിലും പരാതി പറഞ്ഞാലും കയർത്താലും അത് കാമായിട്ട് അവരെ കൺട്രോൾ ചെയ്ത് ആ വിഷയം സോൾവ് ചെയ്യാനാണ് അവിടെ നോക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് പോവുക, അതാണ് ചെയ്യേണ്ടത്. ഇവിടെ ആ കഴിക്കുന്ന ആ ടീംസുകൾ ഒരാൾ എണീച്ച് കയർത്ത് സംസാരിക്കുന്നുണ്ട്. അതും അവർ ചെയ്ത തെറ്റതാണ്. മാന്യമായിട്ട് സംസാരിക്കായിരുന്നു, കയർത്ത് സ്റ്റാഫിനോട് സംസാരിക്കുന്നു. അപ്പം അവിടെ നിൽക്കുന്ന സ്റ്റാഫും അതേ രീതിയിൽ അങ്ങോട്ട് കയർത്ത് സംസാരിക്കുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അതിൻ്റെ ഇടയ്ക്ക് ക്യാഷ്യറാണെന്ന് പറയുന്ന ഒരുത്തൻ അവിടെ ചാടി വന്ന് പറന്ന് വീണ് അടിക്കുന്നു. ഇവനെയൊക്കെ ആരുടെ അവിടെ ക്യാഷ്യറാക്കി പിടിച്ചു വെച്ചേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കഴിക്കാൻ പോകുന്ന ആളുകളുടെ അവർ മാത്രമല്ല, അവിടെ ചുറ്റുവട്ടം നോക്കി അവിടെ ഒരുപാട് ഫാമിലികളും കുട്ടികളൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇവരെയൊക്കെ ഈ പറഞ്ഞിട്ടുള്ള അവരെയൊക്കെ സ്വത്തിനും അവരെയൊക്കെ ജീവനും സംരക്ഷണം നൽകേണ്ടത് ആരാണ്? അവിടുത്തെ ആ ഹോട്ടലിലെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ മുതലാളിമാരുടെ ഉത്തരവാദിത്വമാണ് അല്ലേ, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ സ്റ്റാഫും അങ്ങനെ പെരുമാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോടെ ഇതൊക്കെ. അപ്പോൾ രണ്ട് കൂട്ടരയിലും തെറ്റുണ്ട് ഇതിനകത്ത്. എനിക്ക് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള, എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോടെ, ഇവന്മാരെയൊക്കെ സത്യം പറഞ്ഞാൽ ഇതുണ്ടല്ലോ, ഈ ഫുഡ് ബ്ലോഗർമാരെ നമ്പിയിട്ട് ഒരു കടയിലും ചെന്ന് ഫുഡ് മേടിച്ച് കഴിക്കല്. ഈ ഫുഡ് ബ്ലോഗർമാരെ വീഡിയോ കണ്ടിട്ട് അവന്മാരൊക്കെ ചെയ്യുന്നത് പൈസ മേടിച്ചുള്ള പ്രൊമോഷനാണ്. ഇനി അവന്മാരെ വീഡിയോ കണ്ടിട്ട് ചെന്ന് കയറി കൊടുക്കുന്ന കടകളൊക്കെ ഒന്നുകിൽ വൃത്തി കാണത്തില്ല, അല്ലെങ്കിൽ മെന കാണത്തില്ല, അല്ലെങ്കിൽ ടേസ്റ്റ് കാണത്തില്ല, ഒന്നും കാണത്തില്ല, ഒരു പുണ്ണാക്കും അവിടെ കാണത്തില്ല. മണിക്കൂറുകളും കിലോമീറ്ററും താണ്ടി ഈ ഫുഡ് ബ്ലോഗർമാരെ വീഡിയോ കണ്ടിട്ട് പോയി കഴിക്കുന്ന ആളുകളുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് നിവർത്തിയേട് കൊണ്ട് ഇവിടം വരെ വന്ന എല്ലി എന്ന് ഓർത്തിട്ട് കഴിച്ചിട്ട് നക്കിയിട്ട് പോകുന്ന ടീമുകളുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിവിടെ വീഡിയോ വെച്ച് തരാം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം വീഡിയോ കണ്ടിട്ട്. അപ്പം അതിനുശേഷം അമ്മച്ചിക്കടയിലോട്ട് വരാം. ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് എൻ്റെ നാടിനടുത്തുള്ള കുറ്റിപ്പുറത്തുള്ള ചോറും മീനും ഹോട്ടൽ. ചോറും മീനും ഹോട്ടലിൽ ഇപ്പോൾ വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ ഒരു ഗംഭീര അടിയുണ്ടായി. 200 രൂപയുടെ മീനിന് 300 രൂപ ബില്ല് കൊടുത്തു. അങ്ങനെ ഗംഭീര അടി. ആ അടിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ പരിക്ക്, സാധനങ്ങളൊക്കെ വലിച്ചിട്ടു, പൂരത്തല്ല്. അങ്ങനെ ഒടുവിൽ പോലീസ് കേസായിട്ട് മലപ്പുറത്തുള്ള ഒരു 4-5 പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അവർ പ്രവാസികളാണ്, അവർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇങ്ങനെ മലപ്പുറം ജില്ലയിലെ ചോറും മീനെന്ന് പറയുന്നത് രാജീവേട്ടൻ്റെ ഒരു ഹോട്ടലാണ്. ഈ രാജീവേട്ടൻ്റെ ഹോട്ടലിൽ 180-180ഓളം ജീവനക്കാരുണ്ട്. 150ഓളം സ്ത്രീകളാണ്. ആ കുടുംബത്തിൻ്റെ ഒക്കെ ഒരു അത്താണിയാണ് ഈ ഹോട്ടൽ. ഒരുപാട് വർഷങ്ങളുടെ അധ്വാനമാണ് ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ ഈ ഹോട്ടലിൽ അടിപിടി നടക്കുന്നതിന് മുൻപുള്ള CCTV ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ദൃശ്യങ്ങൾക്കൊടുവിലാണ് ഈ അടി നടക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അടി നടക്കാനുള്ള ഒരു കാരണം എന്നുള്ളതാണ് ഈ വീഡിയോ വിരൽ ചൂണ്ടുന്നത്. അതിന് മുൻപ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കുറ്റിപ്പുറത്തുള്ള ചോറും മീനും ഹോട്ടലിൽ
കയറി ഭക്ഷണം കഴിച്ച എക്സ്പീരിയൻസ് എന്ന് പറയണേ. അവിടെ അല്ലെങ്കിലേ പലർക്കും പരാതിയാണ്, വില കൂടുതലാണ്. പിന്നെ ഈ മീൻ വലിയ വലിയ മീനൊക്കെ തിന്നുമ്പോൾ വില കൂടാം കുറയാം. കാരണം നമ്മൾ വിചാരിക്കുന്ന വിലയായിരിക്കില്ല. ഒരു അയക്കോറ, ആവോലി പോലെയുള്ള മീനുകളൊക്കെയാണ്, വലിയ വലിയ മീനൊക്കെയാണ് ഓരോരുത്തർ എടുക്കുക. അപ്പോൾ അതിനൊന്നും സാധാരണ നമ്മൾ മത്തിക്കും അയലയുടെയും വില നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഈ ഹോട്ടലിലെ ഭക്ഷണം നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായം പറയാനുള്ളത്. പക്ഷേ എന്നിട്ടും എന്താണ് ഈ കുറ്റിപ്പുറത്തുള്ള ചോറും മീനും ഹോട്ടലിൽ സംഭവിച്ചത് എന്നുള്ളതാണ് വീഡിയോ പരിശോധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഹോട്ടലിൽ കയറി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരൊന്ന് ആ വിവരം ഒന്ന് ഷെയർ ചെയ്യണേ. ഇതാണ് ശരിക്കും മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തുള്ള ചോറും മീനും ഹോട്ടലിൽ നടന്നത്. അപ്പോൾ നല്ല തിരക്കാണ്. 176ഓളം ജീവനക്കാരികൾ വർക്ക് ചെയ്യുന്നൊരു ഹോട്ടലാണ്. അപ്പോൾ എത്രത്തോളം തിരക്കുണ്ടാകുന്ന ആലോചിക്കുക. ഇവിടെ ടോക്കൺ എടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് കയറി വരിക്ക് നിൽക്കണം. അങ്ങനെ ഗംഭീര തിരക്കുള്ള വളരെ ഫേമസ് ആയൊരു ഹോട്ടലാണ് കുറ്റിപ്പുറത്തുള്ള ഈ ചോറും മീനും ഹോട്ടൽ. ഇവിടെ ഈ സംഭവിച്ചതെന്ന് വെച്ചാൽ കുറച്ച് പ്രവാസികൾ വന്നു. ആ പ്രവാസികൾ പ്രശ്നക്കാരാണെന്നാണ് ഹോട്ടലുകാർ പറയുന്നത്. അവർ മദ്യപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ശരിയല്ല. ഇതിന് മുൻപും ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെയാണ് ഹോട്ടലുകാർ നൽകുന്നൊരു വിശദീകരണം. അപ്പോൾ ഇവിടുന്ന് ഈ നല്ലപോലെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടക്കാണ് അപ്പോഴാണ് ഈ അടിപിടി തുടങ്ങുന്നത്. അടിപിടി തുടങ്ങാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് 200 രൂപയുടെ മീനാണ് ഓർഡർ ചെയ്തത്. ബില്ല് വന്ന് നോക്കുമ്പോൾ അത് 300 രൂപയുടെ മീനായത്രേ. അപ്പോൾ ഈ ലാസ്റ്റ് ഇതിൽ നിങ്ങൾ കണ്ടോ, ഈ ഫസ്റ്റ് കാണുന്ന ഈ ടേബിളിൽ കഴിക്കുന്ന റെഡ് ഷർട്ട് ഇട്ട ഒരാൾ, വൈറ്റ് വരയുള്ള ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട ഒരു 4-5 പേര്, 5 പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവരാണ് ഇപ്പോൾ ഈ അടിപിടി ഉണ്ടാവാൻ കാരണക്കാരായത്. പലരും ഈ ഒരു ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മലപ്പുറം ജില്ലയിലെ പ്രധാന കുറ്റിപ്പുറത്തൊരു ഹോട്ടൽ. ഇവിടെ ഗംഭീര തിരക്കാണ്. ടോക്ക് എടുക്കണം. ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ ടോക്ക് എടുക്കണം. അങ്ങനെ ടോക്കനൊക്കെ എടുത്തിട്ട് മാത്രമേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഹോട്ടലിനെതിരെ ഇതിൻ്റെ വേസ്റ്റ് ജലം പോകുന്നൊരു പ്രശ്നമാണ്. അതോടൊപ്പം ഇതിൻ്റെ പാർക്കിംഗ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവൻ ആ ബില്ല് ഉയർത്തിപ്പിടിച്ചിട്ട് ഞങ്ങൾക്കിതാ 200 രൂപയുടെ മീന് 300 രൂപ ബില്ല് തന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ ആ ബില്ല് പൊക്കിപ്പിടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ 176ഓളം വനിതാ ജീവനക്കാരികളുള്ളൊരു വലിയ ഹോട്ടലാണ്. ആ വനിതാ ജീവനക്കാരികൾ ഇവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും അവരൊതുങ്ങുന്നില്ല. ഈ ഹോട്ടലുകാർ പറയണത് ഇവർ മദ്യപിച്ച് വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെയാണ്. അതൊക്കെ പച്ചക്കള്ളാണ്. ഹോട്ടലുകാർ വെളുപ്പിക്കാൻ വേണ്ടി പല ചാനലുകളെയും കൂട്ടിപ്പിടിച്ചിട്ട് പലതും പറഞ്ഞ് പരത്തുന്നുണ്ട്. പക്ഷേ ഹോട്ടലുകാരുടെ ഇവിടെ ഒരു വിലയൊന്നും വസ്തുവിന് ഇത്ര വിലയാണ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിരുന്നെങ്കിൽ പ്രശ്നമില്ല. പിന്നെ അവനവൻ ഓർഡർ ചെയ്തതിൻ്റെ ബില്ല് കൊടുത്താൽ പോരെ. ഇത് 200 രൂപയുടെ മീൻ പറഞ്ഞാൽ ഇവർ വലിയ മീൻ കൊണ്ട് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ ബില്ലുകൊണ്ടിടും. കഴിക്കണവർ തണ്ട് തിൻ്റെ കണ്ട. അവൻ ആ ബില്ല് പൊക്കി പിടിച്ചിട്ട് ഇതിലെന്തിനാണ് ഇങ്ങനെ എത്ര റേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അയാൾ പോയിട്ട് അടുത്ത ആളെ വിളിച്ചുകൊണ്ടാന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഓരോരുത്തർ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ പിന്നെയും എന്തൊക്കെ പറയുന്നുണ്ട്. ഈ ബില്ല അവൻ എഴുന്നേറ്റിട്ട് അവനതിന് നീതി വേണം എന്നുള്ളത് വളരെ ശബ്ദിച്ച് പ്രകോപനകരമായിട്ട് ഈ റെഡ് ഡ്രസ്സ് ഇട്ട് വന്ന ഒരാൾ കണ്ടോ, അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടക്കം. ആ ഹോട്ടലിൻ്റെ ആളാണ്. അവനാണ് ഈ സംഗതി വഷളാക്കിയത്. അവനും നല്ലപോലെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ മാറുന്നൊരു പ്രശ്നം അവനെന്ത് ചെയ്ത് അവൻ വഷളാക്കിയതിൽ കാണാം. ആ റെഡ് ഷർട്ട് ഇട്ട ഒരാൾ, തലയിൽ ക്യാപ്പൊക്കെ ഇട്ട് വന്ന ഹോട്ടലിൻ്റെ ഒരാൾ ഇതിനെ നൈസായിട്ട് സമാധാനിപ്പിക്കുന്നതിന് പകരം അയാളും പ്രകോപനകരമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ ഹോട്ടലൊരു ന്യായം പറയണത് ഇതിനു മുൻപും ഈ പ്രവാസികളായ ആളുകൾ ഇവിടെ വന്നിരുന്നു, ഈ പ്രശ്നക്കാർ ഇവിടെ വന്നിരുന്നു, അന്നും അവർ പ്രശ്നം ഉണ്ടാക്കി പോയി. അവർക്ക് താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് ഈ ഹോട്ടലിലേക്ക് വരുന്നത്. ഇപ്പോഴും ഇതുപോലെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി മനഃപൂർവ്വം ഈ ഹോട്ടലിനെതിരെ അവർ ശ്രമം നടത്തിയതാണ് എന്നൊക്കെ രീതിയിലുള്ളൊരു ആരോപണങ്ങളാണ് പല ചാനലുകൾ വഴി ഈ ഹോട്ടലും നടത്തുന്നത്. കണ്ട, അവൻ വീണ്ടും പറയുന്നുണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത മീൻ ഇത്ര രൂപയുടെ മീനുള്ളൂ, പിന്നെ എങ്ങനെ വന്നത്. ഈ ഹോട്ടലിലാണെങ്കിൽ മീനാണ് മെയിൻ, വലിയ മീനായിരിക്കും. നമ്മൾ ഒരു അയക്കോറ പറഞ്ഞാൽ അല്ലെങ്കിൽ ആവോലി പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ചെറിയ അയക്കോര ആവലും ഒരു വലിയ അയക്കോര ആവോലും കൊണ്ടുവരും. അതിൻ്റെ ബില്ലിടും. ചിലർ ബോധമില്ലാതെ കണ്ട് തിന്നും. എന്തായാലും ഈ ഹോട്ടലിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ കൃത്യമായിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ ഈ കണ്ട സംസാരിച്ചിട്ട് അവർ തമ്മിലുള്ള വാക്കേറ്റങ്ങൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഈ ഉന്തലോട് കൂടിയിട്ട് ഹോട്ടലിൻ്റെ ആളുകൾ കായികമായിട്ട് ആക്രമിക്കാനാണ് ശ്രമിച്ചത്. അല്ലാതെ വിഷയം വഷളാക്കാൻ അവർ ശ്രമിച്ചത്, അല്ലാതെ പരിഹരിക്കാനല്ല. ആ ഉന്തൽ അങ്ങോട്ടും മുന്തി ഇങ്ങോട്ടും മുന്തി. ഇനി അവിടെ നിന്ന് അങ്ങോട്ട്
കൊല്ലം ജില്ലയെ തോൽപ്പിക്കുന്ന കല്യാണത്തിലെ പപ്പട അടിയേക്കാൾ ഗംഭീര അടിയാണ് പിന്നെ അവിടെ നടന്നത്. അതോട് കൂടിയിട്ട് ആ റെഡ് ഷർട്ടുകാരൻ ഈ റെഡ് ഷർട്ടുകാരൻ അടിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് അടിയാണ്. അടി എന്ന് പറഞ്ഞാൽ ഗംഭീരമായ അടി. കൊല്ലംകാർക്ക് മാത്രം അവകാശപ്പെട്ട ഭക്ഷണത്തല്ല് ഞങ്ങൾ മലപ്പുറംകാർ ഏറ്റുപിടിച്ചു. ഇതിലാരൊക്കെ പിടിച്ചിട്ട് ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്ന കറി എടുത്തിട്ട് ആരൊക്കെ തലയൊക്കെ വെച്ചിട്ട് അവൻ്റെ തലയിൽ നിന്ന് വെണ്ടയ്ക്കും മറ്റൊക്കെ വന്നിരുന്നു. കണ്ട സെക്യൂരിറ്റിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. ഓനിപ്പോൾ ഇത് എന്താ ഇപ്പോൾ കാട്ടേണ്ടി വേണ്ടിയിട്ടാണ്. പിന്നെ ഭക്ഷണം കഴിക്കാൻ വന്നവരൊക്കെ സെക്യൂരിറ്റിക്കാരെ എന്തോ വന്ന് തല. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരാളെ ഭാഗം മാത്രം ന്യായീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ചിലപ്പം ഇത് കഴിക്കാൻ വന്ന ആളുകൾ ചിലപ്പോൾ അവരെ ഭാഗം ന്യായീകരിക്കും, ഹോട്ടലുകാർ അവരുടെ ഭാഗം ന്യായീകരിക്കും. ഹോട്ടലുകാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ മദ്യപിച്ചിട്ടൊക്കെയാണ് വന്നതെന്ന് പറയുന്നത്. മറ്റൊരു പറയുന്നത് ഹോട്ടലിന് അമിതമായിട്ടുള്ള വില ഈടാക്കിക്കൊണ്ടാണ് നമ്മളങ്ങനെ ചോദിച്ചതെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ മാത്രമല്ല, ഞാനും ഈ ഹോട്ടലിലെ ഓരോ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് കമൻറ്റുകളിൽ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ കാണുന്നുണ്ട്. വിലക്കയറ്റത്തെ പറ്റി. ഫുഡ് ടേസ്റ്റ് ഉണ്ടെന്നല്ല, ഫുഡ് നല്ല ഫുഡ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വിലക്കയറ്റം അമിതമാണെന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഫുഡ് അത്യാവശ്യം എല്ലാ ഹോട്ടലുകാരും അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ മോശം ഫുഡ് കൊടുക്കുന്ന ആളുകളുണ്ട്. അതിലേക്ക് ഞാൻ പറയാം. അതാണ് അമ്മച്ചിക്കട. അടൂരിൽ അമ്മച്ചിക്കടയുണ്ടല്ലോ, അമ്മച്ചിയുടെ പഴങ്കഞ്ഞി കട കണ്ട എന്നൊക്കെ പറഞ്ഞൊരു പേരുള്ളൊരു കട. അത് കണ്ടു കഴിഞ്ഞാൽ അത് കടയാണെന്ന് പോലും പറയത്തില്ല. അതൊരു ഹോട്ടലാണെന്ന് പോലും പറയത്തില്ല. അങ്ങനെ ഒരു സെറ്റപ്പാണ് അവിടെ പണിഞ്ഞു വെച്ചിട്ട് പുഴുത്തതും പഴുത്തതുമായിട്ടുള്ള ആഹാര സാധനങ്ങൾ, ചിക്കനും മീനൊക്കെ അവിടെ ആളുകൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരുപാട് ഫുഡ് ബ്ലോഗർമാർ പോയി ഫേമസ് ആക്കിയ കടയാണ്. ഇവന്മാരെയൊക്കെ കൊണ്ടാണ് ഈ ജനങ്ങൾ ഈ പഴകിയതും പുഴുത്തതുമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കേണ്ട അവസ്ഥ വരുന്നതും ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികളെ കൊണ്ട് നിറഞ്ഞു കുന്നുകൂടുന്നതും ഈ ഫുഡ് ബ്ലോഗർമാരെ കൊണ്ടാണ്. നല്ല ഫുഡ് ബ്ലോഗർമാരും ഉണ്ട്. എന്നാൽ പ്രൊമോഷൻ എന്ന പേരിൽ കുറച്ച് നക്കാപ്പിച്ച് കിട്ടുമ്പോഴത്തേക്ക് എവിടെയും ചെന്നിട്ട് ഏത് പുഴുകിയതാണെങ്കിലും ഏത് അഴുകിയതാണെങ്കിലും ഒട്ടും രുചിയില്ലാത്ത ഫുഡാണെങ്കിലും നല്ല ഫുഡാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ വിളിച്ച് കയറ്റുന്ന കുറേ അവന്മാരും ഉണ്ട്. ഓക്കെ, ഞാനിനി ആ ഒരു വീഡിയോ അമ്മച്ചിക്കടയിലൊരു വാർത്ത വെച്ചുതരാം. പിന്നെ ഈ ചോറും മീനും ഹോട്ടലുണ്ടല്ലോ, അതുപോലെ ഒരുപാട് ഹോട്ടലുണ്ട്. വിലക്കയറ്റമാണെങ്കിൽ കയറി നിൽക്കുന്ന സമയം മുതലെടുക്കുന്ന ഒരുപാട് ഹോട്ടലുകളുണ്ട്. ഇപ്പം ഗ്യാസിൻ്റെ വിലയെന്ന് പറഞ്ഞിട്ട് എവിടെ ചെന്നാലും പല വിലയാണ്. ചായക്ക് എടുക്കുന്നത് 15 രൂപ. ഓക്കെ, 15 രൂപ എടുത്ത് കുഴപ്പമില്ല. എന്നാൽ മിക്കുള്ള കടകളിലും 20 രൂപ വരെ എടുക്കുന്നുണ്ട്. തോന്നിയ വിലയ്ക്കൊക്കെ പല ആഹാര സാധനങ്ങളും കൊടുക്കുന്നതും അതിൻ്റെ വില ഈടാക്കുന്നതും. എന്നാൽ ഇതിനൊക്കെ ചില കടകളിൽ ചെല്ലുമ്പോൾ ചിക്കന് വില കൂടുതലായതുകൊണ്ട് ചിക്കൻ കറിക്ക് വില കൂടുതലെന്ന് പറയും. ചില കടകളിൽ ചെന്ന് ചോദിക്കുമ്പോൾ മീനിന് വില കൂടുതലാണ്. എന്നാൽ ഇതിനൊക്കെ വില കുറഞ്ഞിട്ടും ഇവന്മാരാരും വിലയും കുറയ്ക്കാത്ത കടകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മളെ ഗവൺമെൻറ് ഇതൊക്കെ അന്വേഷിച്ച് ഇതിനൊക്കെ വേണ്ടുന്ന രീതിയിലുള്ള നടപടി എടുത്തേ പറ്റും. ഇങ്ങനെയുള്ള കടകളൊക്കെ അടച്ചു പൂട്ടണം. ആണ് വേണ്ടുന്ന ലൈസൻസ് കട്ടാക്കണം. ജനങ്ങളെയും പുഴിയുന്നതിനൊരു പരിധിയില്ല. എന്നാൽ നല്ല ഫുഡാണ് കൊടുക്കുന്നത്, അതുമല്ല എല്ലാം അളിഞ്ഞതും പുഴിഞ്ഞതുമായിട്ടുള്ള ഫുഡുകളൊക്കെയാണ് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇവിടെ അമ്മച്ചിക്കടയുടെ വീഡിയോ വാർത്തയും കൂടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അത് കടയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു കട അവിടെ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. ഞാൻ ഇവിടെ ഫോട്ടോ വയ്ക്കുന്നുണ്ട്. അതിൽ ആ വാർത്തയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. പത്തനംതിട്ട അടൂരിൽ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. അടൂർ ടൗണിലെയും ബൈപ്പാസിലെയും ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. ഉദ്യോഗസ്ഥരെ തടയാൻ ഹോട്ടൽ ഉടമകൾ ശ്രമിച്ചെങ്കിലും പോലീസ് എത്തി പരിശോധന നടത്തുകയായിരുന്നു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംഘടനാ നേതാക്കളാണ് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. പിന്നീട് പോലീസ് എത്തിയാണ് പരിശോധന ആരംഭിച്ചത്. അടൂർ ടൗണിലെയും ബൈപ്പാസിലെയും ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. SN ഹോട്ടൽ, ഡിങ്കന്റെ തട്ടുകട, അമ്മച്ചിക്കട, ഓലപ്പന്തൽ, രാജധാനി, സൺറൈസ്, ഹോളി ക്രോസ് ആശുപത്രി ക്യാന്റീൻ, ബിഗ് മൗത്ത് തുടങ്ങിയ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. രാജധാനി ഹോട്ടലിൽ നിന്ന് 50 കിലോ പഴകിയ മീനാണ് പിടികൂടിയത്. ഉപഭോക്താക്കളുടെ പരാതിയിലാണ് അടൂർ ക്ലീൻ സിറ്റി മാനേജർ മുഹമ്മദ് ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള നഗരസഭ ഹെൽത്ത് സ്ക്വാഡ് പരിശോധന നടത്തിയത്. പല സ്ഥാപനങ്ങളിൽ നിന്നും മനുഷ്യോപയോഗയോഗ്യമല്ലാത്ത, വളരെ വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ സൂക്ഷിച്ച അനവധി ആഹാര പദാർത്ഥങ്ങൾ കണ്ടെടുക്കുകയും ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു 50 കിലോയ്ക്ക് മുകളിലായിട്ട് പഴകിയ മത്സ്യവും കണ്ടെടുത്തിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് സ്പോട്ടാണ് അടൂർ ബൈപ്പാസിലെ ഹോട്ടലുകൾ. ദീർഘദൂര യാത്രക്കാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് ദിവസവും ഈ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. പഴകിയ ഭക്ഷണം പിടികൂടിയ ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി പിഴ ചുമത്തിയിട്ടുണ്ട്. മനോരമ ന്യൂസ്, പത്തനംതിട്ട. ഓക്കെ, കണ്ടില്ലേ. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഈ മീനും ഇറച്ചിയൊക്കെ നിങ്ങൾ മേടിച്ച് നിങ്ങൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ നോക്കും. ഇതുപോലുള്ള
കടകളിലൊക്കെ ചെന്ന് കയറിയിട്ട് ചുമ്മാ അസുഖങ്ങൾ ഇരന്ന് മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തരാം, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് 10 പേരിലേക്കൊക്കെ വീഡിയോ എത്തണം, എന്നാൽ മാത്രമേ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ എല്ലാവർക്കും കാണാനും ചിന്തിക്കാനൊക്കെ പറ്റൂ. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. പടത്തോടെയായിട്ട് പിന്നെ വരാം.